ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. കോവയ്ക്ക നമുക്ക് വേണമെങ്കിൽ നീളത്തിലോ അല്ലെങ്കിൽ വട്ടത്തിലോ അരിഞ്ഞെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലൊന്നും കുഴപ്പമില്ല. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒരുപാട് ക്രിസ്പി ഒന്നും ആവേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്തത് കൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർക്കാത്തത്. ഇനി കൂടുതൽ എരിവ് വേണ്ടവർക്ക് എരിവുള്ള മുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങളും സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ആദ്യം തന്നെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കോവയ്ക്കയുടെ കൂടെ തന്നെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. വേവിക്കുന്ന സമയത്ത് പച്ചക്കറികളായാലും നോൺ വെജ് സാധനങ്ങളായാലും എല്ലാം ലോ ഫ്ലെയിമിലിട്ട് വേവിക്കരുത്. കാരണം അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ വേണ്ടത്ര ടേസ്റ്റ് നമ്മുടെ റെസിപ്പിക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുന്ന സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെജ് ആയാലും നോൺ വെജ് ആയാലും അതിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി പിന്നെ വിഭവത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാവുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഇറങ്ങുകയും അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് അതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി കോവയ്ക്ക വാങ്ങുന്ന